സപ്തമഹാപാഠഃ ബക്കസ്യ പ്രതികാരഃ. അപ്പോൾ ബക്കസ്യ പ്രതികാരം എന്ന് പറയുന്ന 7ാമത്തെ പാഠമാണ് നോക്കുന്നത്. ഏകസ്മിൻ വനെ ശൃഗാലഃ ബകഃ ച നിവസതഃ സ്മ. ഒരു കാട്ടിൽ ഒരു കുറുക്കനും അതേപോലെ തന്നെ ഒരു കൊറ്റിയും താമസിച്ചിരുന്നു. തയോഹോ മിത്രത ആസീത്. 2 പേരും എന്തായിരുന്നു? കൂട്ടുകാരായിരുന്നു. ഏകദാ പ്രാതഃ ശൃഗാലഃ ബക്കം അവദത്. ഒരിക്കൽ രാവിലെ കുറുക്കൻ കൊറ്റിയോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? മിത്ര ശ്വഃ ത്വം മയാ സഹ ഭോജനം കുരു. കൂട്ടുകാരാ, നാളെ എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരൂ. ശൃഗാലസ്യ നിമന്ത്രണേന ബകഃ പ്രസന്നഃ അഭവത്. കുറുക്കൻ്റെ ആ ഒരു ക്ഷണത്തിൽ കൊറ്റി വളരെയധികം സന്തോഷവാനായി. അഗ്രിമേ ദിനെ സഹ ഭോജനായ ശൃഗാലസ്യ നിവാസം അഗച്ഛത്. പിറ്റേ ദിവസം അവൻ കഴിക്കാനായിട്ട് കുറുക്കൻ്റെ വീട്ടിലോട്ട് പോയി. നിവാസം എന്ന് പറയുമ്പോൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോയി. കുടില സ്വഭാവ ശൃഗാലഃ സ്ഥാല്യാം ബകായ ക്ഷീരോദനം അയച്ചത്. വളരെ കുടില സ്വഭാവം, ദുഷ്ട സ്വഭാവമായിട്ടുള്ള ആ ഒരു കുറുക്കൻ പാത്രത്തിൽ ആ ഒരു കൊറ്റിക്ക് പായസം നൽകി. ബക്കം അവതത്. കൊറ്റിയോട് പറഞ്ഞു, മിത്ര അസ്മിൻ പാത്രേ ആവാം മധുന സഹൈവ ഗാതാവഹ. എന്തായിരുന്നു? ഈ പാത്രത്തിൽ നമുക്ക് 2 പേർക്കും ഇപ്പോൾ കഴിക്കാം എന്ന് പറഞ്ഞു. ഭോജനകാലേ ബക്കസ്യ ചഞ്ചുഹു സ്ഥാലീതഃ ഭോജനഗ്രഹണേ സമർത്ഥഃ ന അഭവത്. ആ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ കൊക്കിൽ നിന്നും പ്ലേറ്റിൽ നിന്നും ആ ഒരു കൊക്ക് കൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കൊറ്റിക്ക് സാധിച്ചില്ല. അധഃ ബകഃ കേവലം ക്ഷീരോദനം അപശ്യത്. അതുകൊണ്ട് കൊറ്റി ആ ഒരു പായസം ഇങ്ങനെ നോക്കുക മാത്രമാണ് ചെയ്തത്. ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക മാത്രമാണ് ചെയ്തത്. ശൃഗാലഃ തു സർവം ക്ഷീരോദനം അഭക്ഷയത്. കുറുക്കനാകട്ടെ എല്ലാ പായസവും കഴിച്ചു. വഞ്ചിതഃ ബകഃ അചിന്തയത്. ശൃഗാലനാൽ വഞ്ചിക്കപ്പെട്ട ആ ഒരു കൊറ്റി ഇങ്ങനെ ചിന്തിച്ചു. എന്താ ചിന്തിച്ചത്? യഥാ അനേന മയാ സഹ വ്യവഹാരഃ കൃതഃ തഥാ അഹമപി തേന സഹ വ്യവഹരിഷ്യാമി. എങ്ങനെയാണോ എന്നോട്, എപ്രകാരമാണോ എന്നോട് ഇത്തരത്തിലുള്ള സ്വഭാവം കാണിച്ചത്, ഞാനും തിരിച്ചിതേപോലെ ചെയ്യാൻ പോവുകയാണ്. ഇത്തരത്തിലൊരു സ്വഭാവം ഞാനും അവനോട് കാണിക്കാൻ പോവുകയാണ് എന്ന് വിചാരിച്ചു. ഏവം ചിന്തയിത്വാ, ഇങ്ങനെ ചിന്തിച്ചിട്ട് സഹ ശൃഗാലം അവതത്. അവൻ ആ ഒരു കുറുക്കനോട് പറഞ്ഞു, മിത്ര ത്വം അഭി ശ്വഃ സായം മയാ സഹ ഭോജനം കരിഷ്യസി. കൂട്ടുകാരാ, നിങ്ങളും നാളെ വൈകുന്നേരം എൻ്റെ വീട്ടിലോട്ട് കഴിക്കാൻ വരൂ. ബക്കസ്യ നിമന്ത്രണേന ശൃഗാലഃ പ്രസന്നഃ അഭവത്. ആ ഒരു കുറ്റിയുടെ ക്ഷണത്താൽ നമ്മുടെ കുറുക്കൻ വളരെയധികം പ്രസന്നനായി മാറി. യഥാ ശൃഗാലഃ സായം ബക്കസ്യ നിവാസം ഭോജനായ അഗച്ഛത് തഥാ ബകഃ സങ്കീർണമുഖേ കലശേ ക്ഷീരോദനം അയച്ചത്. എപ്പോഴാണോ ശൃഗാലൻ വൈകുന്നേരം കൊറ്റിയുടെ താമസ സ്ഥലത്തോട്ട് പോയത്, കഴിക്കാനായിട്ട് ചെന്നത്, അപ്പോൾ കൊറ്റി ഒരു സങ്കീർണ മുഖത്തിൽ, വളരെ നീളം കൂടിയ, നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കും, വളരെ നീണ്ട മുഖമുള്ള ഒരു കുടത്തിൽ പായസം നൽകി. ശൃഗാലം ച അവദത്. മിത്ര ആവാം അസ്മിൻ പാത്രേ സഹൈവ ഭോജനം കുർവഹ. കൂട്ടുകാരാ, നമുക്ക് 2 പേർക്കും ഈ പാത്രത്തിൽ ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞു. ആരോട് പറഞ്ഞു? കുറുക്കനോട് കൊറ്റി പറഞ്ഞു. ബകഃ കലശാത് ചഞ്ച്വ ക്ഷീരോദനം അഗാധത്. എന്ത് ചെയ്യാണ്? നമ്മുടെ കൊറ്റി കുടത്തിൽ നിന്നും കൊക്കുകൊണ്ട് പായസം കഴിച്ചു. പരന്തു ശൃഗാലസ്യ മുഖം കലശേ ന പ്രവിശത്. എന്നാൽ കുറുക്കൻ്റെ മുഖം ആ ഒരു കുടത്തിലേക്ക് പ്രവേശിച്ചില്ല, കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. അധഃ ബകഃ സർവം ക്ഷീരോദനം അഗാധത്. അതുകൊണ്ട് കുറ്റി എല്ലാ പായസവും ഒറ്റയ്ക്ക് കഴിച്ചു. ശൃഗാലഃ ച കേവലം ഈർഷയാ അപശ്യത്. ശൃഗാലൻ എന്ത് ചെയ്തു? കുറുക്കൻ എന്ത് ചെയ്തു? കൊതിയോടെ നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ശൃഗാലഃ ബക്കം പ്രതി യാദൃശം വ്യവഹാരം അകരോത് ബകഃ അഭി ശൃഗാലം പ്രതി താദൃശം വ്യവഹാരം കൃത്വ പ്രതികാരം അകരോത്. കുറുക്കൻ കൊറ്റിയോട് എത്തരത്തിലുള്ള സ്വഭാവമാണോ ചെയ്തത്, കൊറ്റിയും
കുറുക്കനോട് അത്തരത്തിലൊരു സ്വഭാവം ചെയ്ത് പ്രതികാരം വീട്ടി എന്നാണ് പറയുന്നത്. ആത്മദുർവ്യവഹാരസ്യ ബലം ഭവതി ദുഃഖദം തസ്മാത് സദ്വ്യവഹർത്തവ്യം മാനവേന സുകേഷിന. എന്തായിരുന്നു, നമ്മൾ ചീത്ത സ്വഭാവത്തിൻ്റെ ബലം, ഒരു ദുർവ്യവഹാരത്തിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ അത് ദുഃഖമാണ്. തസ്മാത് സദ്വ്യവഹർത്തവ്യം മാനവേന സുകേഷിന. അപ്പോൾ നല്ല സ്വഭാവം ആർക്കാണ്? സുകേഷണന്മാർക്കാണ് എന്നാണ്. അതായത് പ്ലഷർ സീക്കർ, നല്ലത് അന്വേഷിക്കുന്നവർക്കാണ് സദ്വ്യവഹർത്തവ്യം ഉണ്ടാവുക എന്നാണ് ഇവിടെ പറയുന്നത്.